ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടുവന്ന് വച്ചാൽ പോലും മുഖ്യമന്ത്രി ഒപ്പിട്ട് കൊടുക്കുമെന്ന് ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞ ആൾ അദ്ദേഹം വൈകുന്നേരമായ എവിടെയായിരുന്നു? മുഖ്യമന്ത്രി അന്വേഷിച്ചിട്ടുണ്ടോ? വൈകുന്നേരമായ ഇൻ്റലിജൻസ്, പോലീസ്, ക്രൈംബ്രാഞ്ച് അല്ലേ, സ്പെഷ്യൽ ബ്രാഞ്ച്, ക്രൈംബ്രാഞ്ച് അല്ല സ്പെഷ്യൽ ബ്രാഞ്ച്, എന്തെല്ലാം സംവിധാനമാണ് മുഖ്യമന്ത്രിക്ക്? ഏറ്റവും അടുത്തയാൾ, അമിതാധികാരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്നയാൾ വൈകുന്നേരമായ എങ്ങോട്ടാണ് പോയിരുന്നത്? ആ അവതാരം എത്ര CPM നേതാക്കൾക്കെതിരായി ആരോപണം ഉന്നയിച്ചു? എത്ര CPM നേതാക്കൾക്കെതിരായി, മന്ത്രിമാർക്കെതിരായി, സ്പീക്കർക്കെതിരായി, എത്ര പേർക്കെതിരായി? അപ്പോൾ അവർക്കെതിരെ ഒരു കേസെടുത്തോ? ഒരു ഡിഫമേഷൻ കേസ് അവർക്കെതിരെ കൊടുത്തോ? ഇവരാരെങ്കിലും കൊടുത്തില്ലല്ലോ. ഈ പറയുന്ന പരാതിയുടെ പുറത്ത് ആർക്കെങ്കിലും എതിരെ ഒരു കേസെടുത്തോ? അവർക്കെതിരായി ഈ പാർട്ടി, ഇദ്ദേഹത്തിൻ്റെ പാർട്ടി, ഇദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറായ പാർട്ടി ഒരു നടപടിയെടുത്തോ? നടപടിയെടുത്തില്ല. വേറൊരു MLA വാട്സാപ്പ് സന്ദേശം, ഇപ്പോൾ വാട്സാപ്പിനെ കുറിച്ചാണ് പുള്ളി പറഞ്ഞത്, മുഖ്യമന്ത്രി പറഞ്ഞത്. വേറൊരു MLA, ഒരു സീനിയർ MLA, ഒരു മുൻ മന്ത്രിയുടെ വാട്സാപ്പ് സന്ദേശം 2-2.5 കൊല്ലമായി ഇങ്ങനെ കിടക്കിക്കൊണ്ടിരിക്കുക. ഒരു നടപടി എടുത്തോ പാർട്ടി? ഒരു നടപടി പാർട്ടി ചോദിച്ചോ? ഒരു വിശദീകരണം ചോദിച്ചോ? ഒരു വിശദീകരണവും അദ്ദേഹം ചോദിച്ചില്ല. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ അവതാരം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച ആളുമായി ബന്ധപ്പെട്ട് 100 ദിവസം ജയിലിൽ പോയി, പിന്നെ തിരിച്ചു വന്ന് പിന്നെയും ജയിലിൽ പോയി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു ഈ ഏർപ്പാട് മുഴുവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. എന്നിട്ട് ഒരു പരാതിയില്ലാതെ, FIR ഇല്ലാതെ ഉള്ള കേസിൽ ധാർമ്മികതയുടെ പേരിൽ ശക്തമായ നടപടി സ്വീകരിച്ച, ഞങ്ങളുടെ മുഖത്ത് നോക്കി ഇത്രയും പേരെ സംരക്ഷിച്ച ഇന്ത്യയിലുണ്ടാവില്ല ഇതുപോലത്തെ ഒരു രാഷ്ട്രീയ നേതാവ്, പിണറായി വിജയനെ പോലെ. ലൈംഗിക അപവാദ കേസുകളിൽ പെട്ട സഹപ്രവർത്തകരെയും നേതാക്കന്മാരെയും ഇതുപോലെ സംരക്ഷിച്ച ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിലില്ല. എന്നിട്ട് വന്ന് പറയാണ് പ്രതിപക്ഷ നേതാവ്, അതാ ഞാൻ പറഞ്ഞത്, ചങ്കിലേക്കാണ് 4 വിരൽ അദ്ദേഹത്തിൻ്റെ. എനിക്ക് നേരെ ഒരു വിരൽ ചൂണ്ടിയപ്പോൾ 4 വിരൽ സ്വന്തം ചങ്കിലേക്കാണ്. ഇതിനൊക്കെ ഒന്ന് മറുപടി പറ, ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് മറുപടി പറ. ചോദിക്കുന്നതിനൊന്നും മറുപടി പറയില്ലല്ലോ. ഒരു ഷെയ്ഡി ക്യാരക്ടർ, കളങ്കിത വ്യക്തിത്വം വന്ന് മദ്രാസിലൊരു അക്കൗണ്ട് തുടങ്ങി, ഹവാലയും റിവേഴ്സ് ഹവാലയും നടത്തി, മന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് വരെ, നേതാക്കന്മാരുടെ അക്കൗണ്ടിലേക്ക് വരെ പണം അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പാർട്ടി സെക്രട്ടറിയുടെ മകനുമായുള്ള തെറ്റായ വഴികളിലൂടെയുള്ള ബന്ധത്തെക്കുറിച്ച് ആരോപണം വന്നിട്ട് ചെറുവിരലനക്കിയ ഈ മുഖ്യമന്ത്രി ഇപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് എന്തോ പറഞ്ഞങ്ങ് ഒഴിഞ്ഞു കളഞ്ഞു. ഒരു മറുപടി പോലും ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ആ കാര്യത്തിൽ പറഞ്ഞില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് മുഖ്യമന്ത്രി ഞങ്ങളെ പഠിപ്പിക്കാൻ പറയണ്ട, ഒന്ന് പോയി കണ്ണാടിയിൽ നന്നായിട്ട് നോക്കിയാൽ മതി. കണ്ണാടിയിൽ നോക്കിയാൽ മതി. നിങ്ങൾ ആരാണ്, നിങ്ങൾ എത്ര പേരെയാണ് ചേർത്ത് നിർത്തിയിരിക്കുന്നത്, നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നതെല്ലാം ആരാണ് എന്നത് നിങ്ങൾക്ക് ബോധ്യമാവും. കണ്ണാടി നോക്കണം. കണ്ണാടി നോക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഇത് പറ്റുന്നത്, ബാക്കിയുള്ളവർക്കെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കുന്നത്. അതുപോലെ ഈ ഗവൺമെൻറ്റിൻ്റെ ചില തെറ്റായ കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഹവാല, റിവേഴ്സ് ഹവാല, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നടപടിയെടുത്തിട്ടും വീണ്ടും സമരവുമായി CPM-കാർ ഇറങ്ങിയിരിക്കുന്നത് ആണല്ലോ. ഇന്ന് വന്ന ഗുരുതരമായ ഒരു ആരോപണം എന്താ? 108 ആംബുലൻസുമായി ബന്ധപ്പെട്ട് 2019 ഒരു കരാർ കൊടുത്തു ഒരു കമ്പനിക്ക്, GVK EMRI എന്ന് പറഞ്ഞ കമ്പനി. ടെൻഡർ ഉണ്ടായില്ല, ഒരു സിംഗിൾ ടെൻഡറായിരുന്നു, 517 കോടി രൂപ. ഇപ്പം 5 കൊല്ലം കഴിഞ്ഞപ്പോൾ പുതിയ ടെൻഡർ വെക്കേണ്ടി വന്നു. അപ്പോൾ കോമ്പറ്റേറ്റീവ് ടെൻഡറായി. ആ ടെൻഡർ വന്നപ്പോൾ ഇവരുടെ എമൗണ്ട് 293 കോടി രൂപയായിട്ട് താന്നു. അതായത് അന്ന് 316 ആംബുലൻസ് ഉണ്ടായുള്ളൂ, ഇപ്പം 335 ആംബുലൻസായി. ആംബുലൻസ് കൂടി. അന്ന് ഡീസൽ വില 66 രൂപയാണ്, ഇപ്പം 97 രൂപയാണ്. അന്നത്തെ സ്പെയർ പാർട്സിൻ്റെ വിലയേക്കാൾ ഇന്നത്തെ സ്പെയർ പാർട്സിൻ്റെ വിലയേക്കാൾ അന്നത്തെ സ്പെയർ പാർട്സിൻ്റെ വില 40% കുറവാണ്. എന്നിട്ട് സിംഗിൾ ടെൻഡറിൽ 517 കോടി രൂപയ്ക്ക് ആംബുലൻസിന് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ കുറവ് എത്രയാണ്? 224 കോടി രൂപ
കുറവ് കോമ്പറ്റേറ്റീവ് ടെൻഡർ വന്നപ്പോൾ അത് മനസ്സിലായല്ലോ. അന്ന് ഇതിൻ്റെ പകുതി പൈസ മതി അന്ന് നടത്താൻ, ചിലവ് കുറവാണ്, ഇതിനേക്കാൾ കുറവ് ആംബുലൻസാണ്. അപ്പോൾ ആ പണം എവിടെ പോയി? ആ പണം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇപ്പോഴും ഈ ടെൻഡർ പോലും എമൗണ്ട് ചോർന്നു പോയി എന്നുള്ളൊരു ആരോപണം ഉയർന്നിട്ടുണ്ട്. ടെൻഡറിൻ്റെ എമൗണ്ട് ഓരോരുത്തർ കോട്ട് ചെയ്തിരിക്കുന്നു. ഈ കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടി വീണ്ടും ആ ടെൻഡറിലെ തുക മറ്റുള്ളവർ കോട്ട് ചെയ്തത് ചോർത്തിയിട്ടാണ് എന്നൊരു ആക്ഷേപം വന്നിട്ടുണ്ട്. ഇതിനൊക്കെ മറുപടി പറയണം, മറുപടി പറയാതെ പോകാൻ പറ്റില്ല. പിന്നെ പറഞ്ഞ 6.5 പതിറ്റാണ്ടായി ഉള്ള എല്ലാ ഭൂമി പ്രശ്നത്തിനും പരിഹാരം എന്നാണ്. ഭൂപതിവ് ചട്ടം വന്നു, പുതിയതായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. എന്താ ഭൂപതിവ് ചട്ടത്തിൽ പറയുന്നത്? 2024 ജൂൺ വരെയുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പട്ടയ ഭൂമിയിൽ ക്രമവൽക്കരിച്ചു കൊടുക്കും. എന്താ അതിന് കണ്ടീഷൻ? 1500 സ്ക്വയർ ഫീറ്റിന് മീതെ ഉള്ളതിന് ഫീസ് ഈടാക്കും. എന്തിനാ ഫീസ് ഈടാക്കണേ? നേരത്തെ തന്നെ പ്രൊസീജിയർ അനുസരിച്ച് കെട്ടിട നിർമ്മാണത്തിന് നമ്പർ ഇട്ട ആളുകളാണ് പൈസ അടച്ച്, അവരെ ഇന്ന് വീണ്ടും പൈസ ഈടാക്കുക. മാത്രമല്ല 2024 ജൂൺ വരെയാണ് ഇത് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം നിർമ്മാണ പ്രവർത്തനം നടത്തിയവരെക്കുറിച്ച് ഒരു സൂചനയില്ല. ഇനി വരാനുള്ള കാലത്ത് നിർമ്മാണ പ്രവർത്തനം ആ ഭൂമിയിൽ നടത്തിയാൽ അത് ക്രമവൽക്കരിക്കും എന്നൊരു വാർത്തയില്ല. സത്യത്തിൽ ഈ ഭൂപതിവ് ചട്ടം കൊണ്ട് ഒരു പ്രാവശ്യം ഫീസ് മേടിച്ചവരുടെ കയ്യിൽ നിന്ന് വീണ്ടും ഫീസ് മേടിക്കുന്ന അധർമ്മമാണ് ചെയ്യുന്നത്. 2, ഈ ഭൂമി പ്രശ്നത്തെ ഈ ഗവൺമെൻറ് ഒന്നുകൂടി സങ്കീർണമാക്കി, വീണ്ടും അനിശ്ചിതത്വമാണ്, വീണ്ടും സങ്കീർണമാക്കി. അതുകൊണ്ട് അത് പുനഃപരിശോധിക്കണം എന്ന് ഞങ്ങൾ അതിശക്തിയായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പിന്നെ അയ്യപ്പസ്വാമിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ അയ്യപ്പസ്വാമിയോടുള്ള സ്നേഹം കണ്ടപ്പോൾ എനിക്ക് പോലും എൻ്റെ ഭക്തി കൂടി. ശബരിമലയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ ഇതല്ലല്ലോ പണ്ട് പറഞ്ഞത്. പണ്ട് എന്തെല്ലാം കുഴപ്പമാണ് ശബരിമലയിൽ ഉണ്ടാക്കിയത്. പോലീസിനെ ഉപയോഗിച്ച്, ചില ആളുകളെ ഉപയോഗിച്ച്, അവരുടെ പേരൊന്നും പറയുന്നില്ല, ശബരിമലയിൽ എന്തെല്ലാമാണ് കാണിച്ചത്. എന്നിട്ട് പറഞ്ഞു നവോത്ഥാനം സമിതി ഉണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു ആരെതിർത്താലും CPM അതിൽ നിന്ന് പിന്മാറില്ല എന്ന് പറഞ്ഞു. 2019 തോറ്റ് തൊപ്പിയിട്ടപ്പോൾ അവിടുത്തെ വീടുകളിൽ കയറി മാപ്പ് പറഞ്ഞു, ഇല്ലേ? വീടുകളിൽ കയറി മാപ്പ് പറഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്നൊരു കൃത്യമായിട്ടുള്ളൊരു സെൻറ്റൻസ് പറഞ്ഞു. ഇതുവരെ പറഞ്ഞത് ന്യൂനപക്ഷ പ്രീണനം എന്നാണ്, ഇപ്പം ഭൂരിപക്ഷ പ്രീണനം എന്നാണ് പറയുന്നത്. കറക്റ്റാണ്. പാർലമെൻറ്റ്, ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ വരെ ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്ത് നിന്ന് ശക്തമായ തിരിച്ചടി കിട്ടിയപ്പോൾ കുറേ നാളായി ഇപ്പം ഭൂരിപക്ഷ പ്രീണനമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ്